അമ്മച്ചേ എന്നാ മരിച്ചടക്കായിരുന്നു. അത് ഗിരികോറും കൊണ്ടുപോയിട്ടുണ്ട്. അതല്ല ദയ്യമ്മച്ചി, വർക്കിച്ചാന്റെ കിടപ്പ് കണ്ടോ? എന്നാ പ്രൗഢിയായിരുന്നു. ഓ മരിച്ചു കിടക്കാന്ന് പറയത്തില്ല. പാപ്പന് നല്ല വിഷമമുണ്ട്. ആരോടും ഒന്നും സംസാരിക്കുന്നില്ല. മുരിക്കപ്പള്ളി പെരുന്നാളിന് ചെറുപ്പത്തിലെ അപ്പം കൈ ചേർത്ത് വിട്ടതല്ലേ രണ്ടിനെയും. അപ്പം ചേർത്ത് വിട്ടതൊന്നും വെറുതെ ആയില്ല. രണ്ടുപേരും പിന്നെ ഇതുവരെ വിട്ടു പിരിഞ്ഞോ? വർക്കിച്ചായം പോയി. പാപ്പന് ആയുസ് കൊടുക്കണേ എന്റെ ഈശോയെ. എന്തായാലും നമുക്ക് പാപ്പനെ ഒന്ന് പോയി കണ്ടേച്ചു വരാം. എല്ലാം കൂടെ അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. ബേബി പോയി വിളിച്ചോണ്ട് പോടാ, പാപ്പന് വിഷമാവും. അയ്യോ എന്റെ പാപ്പ, കരയാതടി പെണ്ണുങ്ങൾ. പാപ്പന് പിന്നെ വിഷമില്ലാണ്ടിരിക്കും. എന്നെ ചോദ്യം ചെയ്യാൻ വെച്ചത്. അവൻ ഒരിടത്തും പോയിട്ടില്ല. അവൻ ഇവിടൊക്കെ തന്നെ ഉണ്ട്. ഇല്ലോടി അമ്മ. പാപ്പന്റെ കണ്ണീന്ന് കണ്ണീര് വരുന്നു. എന്നത് കാണിക്കുന്നത്. അമ്മച്ചി അമ്മച്ചി ഇങ്ങോട്ട് വന്നേ. ഇങ്ങനെ പറഞ്ഞ ഉള്ള മനസമാധാനം കൂടെ പോകും. അതെ, പാപ്പം കുറച്ചേരം ഇരിക്കട്ടെ. ഇങ്ങോട്ട് വന്നേ. അങ്ങോട്ട് പോയി എല്ലാരും ഇങ്ങോട്ട് പോയി. എല്ലാരും വിളിക്കോ. എന്തിനാ പാപ്പനെ വെറുതെ വിഷമിപ്പിക്കുന്നത്? എന്നാ തന്നെ കരയുന്നത്? അല്ലേലും ഈ അമ്മച്ചമാരെല്ലാം എങ്ങനെ? പാപ്പന്റെ കാര്യത്തിൽ ഒരു ചെറിയ കാര്യം മതി. പാപ്പൻ എന്തെങ്കിലും വരുമെന്നാ പേടി. സമാധാനിപ്പിക്കാൻ വന്ന ആളാ. ബേബിയെ എഴുന്നേറ്റ് പോ. ബേബിയെ ബേബിയെ എനിക്കൊന്നും ഇല്ലടാ. നീ അപ്പുറത്തേക്ക് പോയിക്കോ. പോയിക്കോടാ. എഴുന്നേറ്റ് പോടാ. ഇന്നിപ്പോ കഞ്ഞി വെക്കണോ? എല്ലാരും വലിയ സങ്കടത്തിലാ. ആരും ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അതിപ്പോ മരിച്ചതാരാ? വർക്കിച്ചൻ ഈ കുടുംബമായിട്ടുള്ള ബന്ധം എന്തോന്നാ? എന്ത് ബന്ധമാ? ഒരു ബന്ധവുമില്ല. പാപ്പച്ചായന്റെ കൂട്ടുകാരൻ, അത്രേ ഉള്ളൂ. അതല്ലടി, വർക്കിച്ചായൻ വലിയ കുടുംബക്കാരല്ലയോ? മൂത്ത മകൻ അമേരിക്കയിൽ MLA വരെ ആയിട്ടുണ്ട്. അമേരിക്കയിൽ MLA? ആ, MLA ഇല്ലാത്ത നാടുണ്ടോ? നീ ഏത് കോത്തായത്തുകാരിയാണ്? ഈ വർക്കിച്ചൻ പാപ്പനുമായിട്ട് ബന്ധം ചേരാൻ എത്ര തവണ വന്നതാ. വർക്കിച്ചന്റെ രണ്ടാമത്തെ മകൻ ഫെർണാണ്ടസുമായി ഇവിടുത്തെ ലില്ലിക്കുട്ടി ആലോചിച്ചതാ. പാപ്പന വേണ്ടെന്ന് പറഞ്ഞത്. സുഹൃത്തുക്കൾ ബന്ധുക്കളായാലേ സുഹൃത്ത് ബന്ധം താറുമാറാകുമെന്ന്. പാപ്പന്റെ സുഹൃത്തെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ സുഹൃത്താ. പാപ്പനുണ്ട് എല്ലാരും കരയും. അതാ ഈ കാണുന്നത്. അങ്കിളെ ഈ ലോലിപ്പോപ്പ് മൃദുവാണോ അതോ സോഫ്റ്റ് ആണോ? മൃദുവാണ് ഞാൻ, സോഫ്റ്റ് ആണ് ഇവൻ. അങ്കിള് പറയാങ്കിളെ. സോഫ്റ്റ് ആണോ മൃദുവാണോ? വാടാ, നമുക്ക് കുഞ്ഞുമോൾ ആന്റിയോട് ചോദിക്കാം. ഇച്ചാൻ ഇത് കണ്ടോ? വർക്കിച്ചാന്റെ കുടുംബക്കല്ലറ. എടാ അനിയന്മാരെ, പെരിയന്താനം വക കുടുംബക്കല്ലറ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ജോസേ പറയ്. നമുക്കും വേണ്ടടാ നമ്മുടെ കുടുംബ പേരിലൊരു കുടുംബക്കല്ലറ. ശരിയാ, ഞാനത് പറയാൻ വരുമായിരുന്നു. താറവാടിത്തുള്ളൊരു ക്രിസ്ത്യാനിക്ക് ഒരു കുടുംബക്കല്ലറ ഇല്ല എന്ന് പറയുന്നത് എത്രയായാലും ഒരു കുറച്ചിൽ തന്നെയാ. അത് ശരിയാ ചായ. നമുക്ക് വേണ്ട ഒരു ഗംഭീര കുടുംബക്കല്ലറ. കുഞ്ഞേ, എന്നതാ വല്ലായിക്കും തോന്നുന്നുണ്ടോ? അതല്ലടാ, നമ്മളൊക്കെ മരിച്ച എവിടെയായി പോകുന്നത്? ചിലര് സ്വർഗത്തിൽ പോവും, ചിലര് നരകത്തിൽ പോവും. പാപ്പൻ സ്വർഗത്തിൽ തന്നെ പോവും, ഉറപ്പാ. നമ്മുടെ വർക്ക് ഇവിടെ കാണൂല്ലേ? പിന്നെ വർക്കിച്ചൻ എവിടെ പോവാനാ? പുണ്യാത്മാവല്ലേ. കിടക്കാം.
എന്റെ അമ്മച്ചി 6-7 പെറ്റിട്ടും ഇവക്കല്ലയോ ആ മുഖശ്രീ മുഴുവൻ കിട്ടിയേക്കുന്നത്. അതെ അതെ, അത് നേരെ. ടിപ്പുവിന്റെ തേര് കെട്ടിയ കയറാം. പക്ഷേ ടിപ്പുവിന് കുതിരയല്ലായിരുന്നു. അത് ചരിത്രം. ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാ ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെക്കുന്നേ. എന്നാടാ ഈ വർക്കിച്ചാൻ എന്തായാലും ഒരു സംഭവം തന്നെയാണ്. കുഞ്ഞോളറപ്പം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നീ മുഴുവനായിട്ട് പഞ്ചാര ഇങ്ങോട്ട് ഇറക്കല്ലേ, കുറച്ച് അവക്കൂടെ ബാക്കി വെച്ചേരെ. പോയി പാൽപ്പാസം കുടിച്ച രണ്ടെണ്ണോ വരുന്നില്ലയോ? ഇല്ല ഇല്ല കണ്ടു തീർത്തോ? ആ മതി ഇത്രേ ഉള്ളൂ. ഇവിടെ കഴിഞ്ഞു. ആ പോട്ടെ. പിള്ളേരെ ഫ്രണ്ട് ചുരുമാരി. ആ രാവി, ഞാൻ നിനക്ക് വേറൊരു സൂത്രം കാണിച്ചു തരാം. കണ്ടേ പിന്നെ എന്നെ തല്ലാൻ നിൽക്കരുത്. എന്താ സൂത്രം? ആ ഇതൊക്കെയല്ലേ ഇതെന്നാന്ന് മനസ്സിലായോ? എന്നാ? മേരി തോമസ്. ഇക്കാലം അത്ര എനിക്കിതിങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കാമെങ്കിലേ ഇത് ഇനി ഇവിടെ ഭദ്രമായിട്ടിരുന്നോളും. എടാ പോയി, എനിക്ക് ഈ ഇടയായിട്ടൊരു തോന്നൽ. എന്നതാ? അതങ്ങനെ വെറുതെ ഒരു തോന്നലല്ല, ശരിക്കും അങ്ങ് തോന്നുക ഞാൻ അവളെ അടുത്ത് തന്നെ കാണുമെന്ന്. അതിനവള് പോയില്ലടാ. അവിടെ തന്നെ ഞാൻ പോവും, അവളെ കാണും. ദേവസിയെ, നിന്നോട് ഞാൻ പറയാറില്ല നമ്മൾ ഈ ആദ്യം പോകുന്നത് ഞാനായിരിക്കും. ഇപ്പൊ എന്നായി? നീ ഇവിടെ ഇരി. കുഞ്ഞേ, ഓ ഇച്ചിരി കഴിഞ്ഞു പോവാടാ. ഓ ഞാൻ കുറച്ച് നേരം ഒന്ന് ഇവിടെ ഇരിക്കട്ടെ. പാപ്പു, ആ സിമിത്തേരി ഒന്ന് ക്ലീൻ ചെയ്യാന്ന് കരുതി. നമ്മുടെ മാതൃവേദിയിലെ അമ്മച്ചിമാരാ, ഞാനും അവരോടും കൂടി. എല്ലാവരും പുണ്യല്ലയോ? അച്ഛനും എന്തെങ്കിലുമൊക്കെ പണി വേണ്ടയോ? അച്ഛൻ ആവശ്യത്തിനുള്ള പണിയൊക്കെ ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എനിക്കൊരു പണിയായിരുന്നാ മതി. ചരിത്ര പ്രാധാന്യമുള്ള പള്ളിയല്ലേ ചോ, ഒരു തീർത്ഥാടന കേന്ദ്രം ആക്കിക്കൂടും. ഓ, അതൊക്കെ കുറെ നോക്കിയതാന്നേ. പക്ഷെ ഇവിടുന്ന് ഒരു വിശുദ്ധരോ വാഴ്ത്തപ്പെട്ടവരോ ഒന്നും ഇല്ലല്ലോ, അതാ പാട്. അച്ഛനൊരു വിശുദ്ധനായി കൂടിയ അപ്പൊ പുറത്തുനിന്ന് നോക്കണ്ടല്ലോ. വാഴ്ത്തപ്പെട്ട ഫാദർ ഇട്ടിപ്പറമ്പൊരു ഉപകാരസ്മരണ. ഓ, രോമാഞ്ചം വരുന്നു. സംഗതി കേൾക്കാനൊരു രസമൊക്കെ ഉണ്ട് കേട്ടാ. എന്നാച്ചോ എന്നെ താമസിച്ചത് മനുഷ്യൻ പേടിപ്പിച്ചോളന്നല്ലോ. വാരി വാരി എന്റെ കാല് വാരുവന്നോ? ഇതിപ്പോ കല്ലറന്നായിരിക്കും. അല്ല, പാപ്പന്റെ അപ്പനപ്പന്മാരൊക്കെ ഇവിടെ ആണല്ലോ അല്ലേ? അപ്പനും അമ്മച്ചിയും വരെ ഇവിടെ ഉണ്ട്. അതിപ്പോ കലറയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് ഭാഗത്താന്ന് അറിയാനും മേല. ഞങ്ങളൊക്കെ പണ്ടേ കോന്നായിലേക്ക് കുടിയേറിയവരല്ലേ അച്ചോ? അറിയാം, അതിപ്പോ നന്നായില്ലയോ? ഇന്നിപ്പോ എത്രയാ സ്വത്ത്. പക്ഷെ എല്ലാം കോന്നായിക്ക് പോയില്ലേ. പാപ്പൻ ഈ ഇടവേലായിരുന്നു ഇവിടെ വല്ലതോ കടന്നേനെ. അല്ല, ഇപ്പോഴും ആകാം. അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഇവിടെയാണല്ലോ ഉള്ളത്. ഓ, ഒരു കാര്യമില്ല അച്ചോ. അതിന് പാപ്പൻ രൂപ കൈകൊണ്ട് തൊട്ടിട്ട് കൊല്ലം 10-20 എല്ലാത്തിനും പെങ്ങന്മാരും കെട്ടിയന്മാരും മക്കളും ഒക്കെ ഇല്ലേ? ഓ, എന്നാലും പാപ്പൻ പറയാതെ അവിടെ ഒരു രൂപ പോലും അരങ്ങൂല്ലല്ലോ. ഞാൻ അവരോട് ആലോചിച്ചിട്ട് പറയാച്ചോ. ഓ, ആയിക്കോട്ടെ. ആ അമ്മച്ചിമാരെ, ഇത് എന്നതായി കാണിക്കുന്നേ? ആ ചെടിയെല്ലാം വെട്ടിക്കളഞ്ഞു. വർക്കിയേ, ഞങ്ങൾ ഇറങ്ങുവാടാ. ഇവൻ ഏതാ മണി? ഇവൻ ഇളയവനാ. ഇവന്റെ കല്യാണക്കുറിയുടെ കാര്യം ഇപ്പൊ പറഞ്ഞു. ഈ തല പള്ളിയിലോട്ടൊന്നും കണ്ടിട്ടില്ലല്ലോടാ. നീ ഈ വഴിയൊക്കെ അറിയോടാ കുഞ്ഞേ? ഇപ്പൊ കല്യാണക്കുറി വേണോ അല്ലയോ? ഞാനൊന്ന് ആലോചിക്കാം. നീ അടുത്ത ആഴ്ച വാ കുഞ്ഞേ.
അല്ലച്ചോ, അടുത്ത ആഴ്ച മനസമ്മതം പറഞ്ഞിരിക്കുന്നത്. പെണ്ണങ്ങ് ലണ്ടനിലെ നേഴ്സല്ലയോ, 2 ആഴ്ചത്തെ ലീവേ ഉള്ളു. കെട്ടിയ അപ്പൊ തന്നെ പോണം. ഇവനാണെങ്കിൽ IELTS പഠിക്കണം, എങ്കിലേ അവളോടൊപ്പം പോവാൻ പറ്റൂ. നീ പൊയ്ക്കോടാ, പക്ഷെ ഈ പള്ളി കെട്ട് നടക്കത്തില്ല. അയ്യോ, അതെന്നാ അച്ചോ? നിനക്ക് വിശ്വാസ പ്രമാണം അറിയാവോടാ? ഞങ്ങളുടെ കർത്താവായ അവൻ IELTS പഠിക്കാം, വിശ്വാസ പ്രമാണം ചോദിച്ചാൽ നീ ആദ്യം ദൈവകാര്യങ്ങൾ പഠിക്കും, എന്നിട്ട് നമുക്ക് ആലോചിക്കാം കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന്. അല്ലയോ അമ്മണി? അച്ചോ, അത് പിന്നെ എന്നാ അമ്മണി ചെല്ല്, ഈ ചെക്കനെ കൂടെ കൂട്ടിക്കൂ. ശരി അച്ചോ. ശരിക്കും കല്ല് തന്നെ. നീ മുഴുവനും പഠിക്കേണ്ടി വരും. അച്ചോ, നമ്മുടെ ബാപ്പനുണ്ടല്ലോ മുരിക്കൽ പോയിരുന്നു. അവിടുത്തെ സിമിത്തേരി നവീകരിക്കാൻ വന്നേ ഫാദർ എട്ടിപ്പറമ്പനോട് പറഞ്ഞാ കേട്ടത്. ഇതൊക്കെ ആര് പറഞ്ഞു നാടു? ഏഷണി തൊമ്മി. അങ്ങേര് പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. പാപ്പൻ അങ്ങനെ ചെയ്യൂ? നമ്മുടെ കോന്നായി പള്ളി ഒന്ന് നവീകരിക്കണമെന്ന് എത്ര കാലായിട്ട് ഞാൻ പറയുന്നതാ. എന്നതായാലും അവരിവിടെ വരുത്തരില്ല അച്ചോ. പാപ്പൻ ഇപ്പോഴും ആ മുരിക്കൽ പള്ളിയോടാണ് മീച്ചം. പാപ്പൻ അങ്ങനൊന്നും ഇല്ലെന്നേ. കുടുംബം വളർത്തി വലുതാക്കാൻ അങ്ങേര് എത്രയാ കഷ്ടപ്പെട്ടത്. അതിനിടയ്ക്ക് ആ പള്ളി. ഇപ്പൊ പാപ്പൻ ഫ്രീ ആയില്ലേ, ഇനി നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല. അത് റൈറ്റ്. ഏതായാലും ഗവൺമെന്റ് ചെല്ലുമ്പോൾ എമിലി സിസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് അന്വേഷിക്കാൻ പറയണം. സിസ്റ്റർ മോൾ എപ്പോഴാ വന്നേ? വന്നേ ഉള്ളൂ. ഞാനേ അകത്തൊന്ന് പോയിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. അമ്മച്ചി സുഖാണോ മോക്ക്? സുഖം. പാപ്പൻ എന്ത് ചെയ്യാ അമ്മച്ചി? മോളുണ്ട്. ലില്ലിയാൻറ്റി, അപ്പഴേ നിങ്ങളുടെ പണിയൊക്കെ നടക്കട്ടെ. ഞാൻ വേഗം പോയി പാപ്പനെ കണ്ടിച്ചു വരാം. എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി? കഴിക്കാം, പാപ്പനെ കണ്ടട്ടെ. ഇതിനകത്ത് കാണും. സിസ്റ്റർ മോളോ? നിന്നെ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ ഇപ്പോ. പാപ്പനങ്ങ് ഉണങ്ങിക്കൊണ്ടിരിക്കുവാണല്ലോ. പിന്നെ ദേ പാപ്പന് വേണ്ടി കൊണ്ടുവന്നതാ ലെഡിങ്ങിന്റെ പുസ്തകവും പുതിയ ബന്നിങ്ങവും. മോളെ, എന്നാ അറിയാനാണ് ഈ കല്ലായി അച്ഛൻ നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ? നീ എന്തെങ്കിലും ന്യൂസ് കിട്ടാനാണല്ലോ വരാറ്. ഓ, അച്ഛന് വേറെ പണിയൊന്നുമില്ല. ഇതൊക്കെ നേരിട്ട് ചോദിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. വല്ല ധനസഹായമോ മറ്റോ ആണെങ്കിൽ നീ നിന്റെ അമ്മച്ചിമാരോടോ അച്ചായമാരോടോ പോയി ചോദിക്കും. അതല്ല പാപ്പ, കോന്നായി പള്ളിക്ക് ഒന്നും ചെയ്യാതെ മുരിക്കല പള്ളിക്ക് വലിയ തുക സംഭാവന കൊടുക്കാന്ന് പാപ്പൻ പറഞ്ഞു എന്ന് കല്ലായി അച്ഛൻ പറഞ്ഞല്ലോ. കല്ലായി അച്ഛൻ അങ്ങനെ പറഞ്ഞെങ്കിൽ നീ കല്ലായി അച്ഛനോട് പോയി ചോദിക്കും. പള്ളി നാട്ടുകാരുടെതല്ലേ കുഞ്ഞെ, പാപ്പൻ പണിതല്ലോ. മോളെ, പാപ്പന് ചെയ്യാൻ മടിയൊന്നുമില്ല. പാപ്പൻ വിചാരിച്ച കോന്നായി പള്ളിയെ റോമിലെ ബസിലേക്ക് ആക്കാൻ പറ്റത്തില്ലേ? പാപ്പന് ഒറ്റയ്ക്ക് ചെയ്ത നാട്ടുകാർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാകത്തില്ല. എന്നാ മൂപ്പരുടെ വെപ്പ്. ഇനി പെങ്ങന്മാര് തീരുമാനിച്ച പാപ്പൻ വേണ്ടെന്നും പറയത്തില്ല. അതിന് പെങ്ങന്മാര് തീരുമാനിക്കണമെങ്കിൽ ആദ്യം പാപ്പൻ തീരുമാനിക്കണം. എന്റെ ജോസച്ചായ, എനിക്കിതിലൊന്നും ഇടപെടേണ്ട ഒരു കാര്യവും ഇല്ല. കല്ലായി അച്ഛന്റെ സ്വഭാവം അറിയാലോ. അച്ഛൻ പറഞ്ഞിട്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ സുപ്പീരിയർ അമ്മ എന്നെ ഇരുത്തി പൊറുപ്പിക്കത്തില്ല. ഞാൻ പോവാ. ഇപ്പൊ സമയമില്ല പാപ്പാ. ദേ ഞാൻ പോവാണേ. ആരോഗ്യമൊക്കെ നോയിക്കോണേ. ചായ കുടിച്ചിട്ട് പോ. അയ്യോ സമയമില്ല, ബസ് ഇതൊന്ന് കുടിച്ചിട്ട് പോ. കുടിക്കേ, സമാധാനായിട്ട് കുടിച്ചിട്ട് പോ. കുറച്ചുകൂടി കുടിക്കേ. ഞാൻ വേണേ കൊണ്ടുവിടാം. വേണ്ട ചായ, ബസ് പോരും, ഞാനൊക്കെ പൊക്കോളാം. ബൈ. ശരി മോളെ. കെട്ടി കുടുംബമായിട്ട് ജീവിക്കേണ്ട എന്റെ മോള
ഇപ്പൊ കഷ്ടപ്പെടുന്ന കണ്ടില്ലേ? ഒന്ന് ഇരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല അതിന്. ദൈവവിളി കിട്ടിയാ പിന്നെ കന്യാസ്ത്രീ ആവാണ്ടിരിക്കാൻ പറ്റുമോ ഏലാമേ? നമ്മൾ അഭിമാനിക്കുമല്ലോടി വേണ്ടത്. പുലിമൂട്ടിന്ന് 2 പേരാ കർത്താവിന്റെ മണവാട്ടിമാർ. അതും കട പ്രാർത്ഥനയാടി ഈ കുടുംബത്തിന്റെ ഐശ്വര്യം. അമ്മച്ചി പറഞ്ഞിട്ടുള്ളതാ ഈ പാപ്പന്റെ ജീവിതവും ഒരു ദൈവവിളിയിലാ പോയതെന്ന്. നമ്മുടെ പെരുമാലിയിലെ മേരിക്കുഞ്ഞ് പാപ്പൻ അവളെ എന്ത് ഇഷ്ടമായിരുന്നോ. അവസാനം ദൈവവിളി കൊതിച്ചിരുന്ന അവളെ ദൈവം അങ്ങ് വിളിച്ചു. പാപ്പന് വിഷമമുണ്ടെന്നറിയാം, എന്നാലും തികട്ടി വരിക. അയ്യോ, അവളുടെ ഒരു ലവ് സ്റ്റോറി. ഏലമ്മച്ചയുടെ ഓട്ടം കണ്ടോ? പാപ്പനെ എന്നാ പേടിയാന്നേ. എന്നതായിരുന്നു പാപ്പ? ആ മേരിയായിട്ട് പഴയ ഒരു ദേവസി, എന്തൊരു മറവിയടാ ഇത്. കൊട എടുത്തോണ്ട് പോടാ. നേരെ വന്ന് പറയടാ. പോവാം. പാപ്പൻ റെഡി. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. പാപ്പൻ കൊടയെടുത്തിരിക്കുന്നു. നീ ഇനി അധികം ബുദ്ധിമുട്ടണ്ടാ കുഞ്ഞെ. എന്റെ കാര്യം നോക്കാൻ ഒരാളായടാ. അതാരപ്പാ, പാപ്പൻ വല്ല കല്യാണവും കഴിച്ചോ? അതെടാ, ആര്? നിന്റെ കുഞ്ഞമ്മേ. നടക്കടാ, നടക്കടാ. കല്യാണം. ഓ, വേദാന്തം പറയാൻ എല്ലാവർക്കും പറ്റും. റബ്ബറിന് ഇപ്പൊ ഇവിടെ വിലയില്ല. വാനില വന്നപ്പോ റബ്ബർ വെട്ടി വാനില വെച്ചു. ഇപ്പൊ വാനില എവിടെ? റബ്ബർ വെട്ടി വാനിലോ ലോറിയിലോ കൊണ്ടുപോകും. അതല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം പള്ളി വികസനമാ. പുലിമുട്ടിക്കാര് വലിയ ഫാമിലി അല്ലേ? അതെ, അവര് പറയട്ടെ. അതിപ്പോ പാപ്പൻ പറയാടെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പാപ്പൻ വിചാരിച്ചാൽ അച്ഛൻ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ ഇവിടെ പുഷ്പ പോലെ നടക്കും. എന്തോ അങ്ങനെ ഇപ്പം പാപ്പം മാത്രം തന്നിട്ടുള്ള വികസനം ഇവിടെ ഉണ്ടാക്കണ്ട. വേറെയും 500 കുടുംബങ്ങളുണ്ടല്ലോ. അല്ല, ഞങ്ങൾ വരുത്തരായിട്ടാണല്ലോ ഇവിടെ വെപ്പ്. എന്നാ പിന്നെ വരുത്തരല്ലാത്തൊരു ചെയ്യട്ടെ. അത് ബേബിച്ചൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടത് ഈ പാരിഷ് ഹാളൊന്ന് വലുതാക്കണം. വലിയ റബ്ബർ വ്യാപാരിയല്ലേ പൂന്താനം ജോപ്പൻ. വേണമെങ്കിൽ ജോപ്പനും ആകാം. അയ്യോ, ഓ ജോപ്പൻ കോപ്പി. എത്ര റബ്ബർ ആടാവൂ നിനക്ക് വെട്ടാനുള്ളത് ഈപ്പ? പിന്നെ പള്ളി നവീകരണത്തിന് നിനക്കും ഒരു തുകയാകാം. അച്ഛോ, റബ്ബറിനൊന്നും വിലയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അച്ഛൻ കേട്ടില്ലേ? അച്ഛൻ ഒന്നല്ലേ ജീവിക്കുന്നത്? സിമിത്തേരി നവീകരണത്തിനും പള്ളിക്കൊരു പ്ലാൻ ഉണ്ട്. ഈ മുട്ടുമ കുടുംബത്തിൽ ആരാ ഇവിടെ ഉള്ളത്? ഫിലിപ്പുണ്ടല്ലോ. ഫിലിപ്പ് വേണമെങ്കിൽ ഫിലിപ്പിനും ആകാം. ഓ, നോക്കാച്ചോ, പക്ഷെ ഉറപ്പില്ല. ഫിലിപ്പിന് ഉറപ്പില്ല. പിന്നെ ജീവകാരുണ്യ നിധി പഴയ പോലൊന്നും സംഭാവന ഇല്ലെന്നേ. അതെ, അച്ഛൻ ഇവിടെ പ്ലാൻ ചെയ്യുന്നത് കോടികളുടെ പ്ലാനാ. ഇതൊക്കെ ഉടനടി നടക്കുന്ന കാര്യമൊന്നോ? വേണമെങ്കിൽ പള്ളി പെരുന്നാളിന് 10,000 25,000 അങ്ങോട്ട് തരാം. അല്ലാതെ വലിയ കഷ്ടത്തിലാച്ചോ. വിശ്വാസികളുടെ പണം വേണ്ടേ? പണമില്ലാഞ്ഞിട്ടാണോ ജോർജ് പുതിയൊരു ബെൻസ് കാർ പള്ളിമുറ്റത്ത് കിടക്കുന്നത്? എന്റെ പൊന്നച്ചോ, അതൊക്കെ സീസിയാ. ഇനിയിപ്പോ സമയം അടുത്ത പള്ളി കമ്മിറ്റി കാണാം. അതെ, നിന്നെയൊക്കെ പള്ളി കമ്മിറ്റി പങ്കെടുപ്പിക്കണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. തൊന്നിയും ജോർജും ഇല്ലാതെ അച്ഛൻ കമ്മിറ്റി നടത്തത്തില്ല. അത്രേ ഉള്ളൂ. ജോർജ്, ഞങ്ങളും വരുന്നു. വാടാ ജോപ്പ. അവന്റെ അച്ഛൻ കണ്ടല്ലോ, ഇതുപോലുള്ളവന്മാരാ പള്ളി കമ്മിറ്റിയിലുള്ളത്. ഇപ്പൊ മനസ്സിലായല്ലോ പാപ്പൻ എന്താ ഇത്ര കാലം ഒന്നും ചെയ്യാഞ്ഞെന്ന്. ഇനിയിപ്പോ എവന്റെ ഒന്നും ഓച്ചാരമില്ലാതെ പുലിമുട്ടി കുടുംബക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ട് അച്ഛൻ. അത് കേട്ടാ മതി.